എല്ലാവർക്കും ഇന്ന് ടേസ്റ്റ് ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതൊരു റെസിപ്പി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഇപ്പോഴത്തെ സീസണിൽ മാങ്ങ ഒത്തിരി നന്നായിട്ട് കിട്ടുന്നുണ്ടാവും. ചൂട് കൂടുതലായതുകൊണ്ട് പൊഴിഞ്ഞു പോകും, പെട്ടെന്ന് നന്നായിട്ട് പഴുക്കുന്നതിന് മുമ്പ് തന്നെ പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം കിട്ടുന്ന മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയുണ്ടാവും. ചിലത് നല്ല മധുരത്തോട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന മാങ്ങ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കൂട്ടാനൊന്നും വെക്കാൻ പറ്റില്ല. പലർക്കും നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യല്ലേ, ഇല്ലാത്തവർക്കും കൊടുക്കും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് മാമ്പഴം ഇല്ല, അപ്പം നമുക്ക് ഇതുപോലെ ഓരോരുത്തർ തന്നതാണ് ഈ മാമ്പഴം. അപ്പം നമ്മളവിടെ അത്യാവശ്യം പുളിശ്ശേരിയും പച്ചടിയും ഒക്കെ വെച്ചു. അപ്പം ഇനിയും പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ തൊലി കളഞ്ഞ് മാമ്പഴം എല്ലാം കൂടെ ഒരു വലിയ ഉരുളിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ലേശം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് വേഗം വെക്കുക. ഇത് വെന്തതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മിക്കവർക്കും അറിയാമായിരിക്കാം. ഇല്ലങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഓരോരോ ഐറ്റമായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. മാങ്ങയുടെ അളവ് അനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ ഇതുണ്ടാക്കിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് മാങ്ങയൊന്നും ഇല്ലാത്ത സീസണിൽ നമുക്ക് ഇത് മാമ്പഴ പുളിശ്ശേരിയോ മാമ്പഴ പച്ചടിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ഇച്ചിരി കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം ഇതിനകത്ത് നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയിൽ ഉപ്പുള്ളതായതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കും. ഇപ്പം ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നാണെങ്കിലും ചേർത്ത് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഇനി ഉപ്പിടാതെയും വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വേകാനായിട്ട് ഞാൻ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പം ഈ വെള്ളത്തിൽ ഇത് കിടന്ന് ഇതിനി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വേവിക്കാൻ വെച്ച ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേകാനായിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ മാമ്പഴം നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ നല്ല ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശർക്കര നിങ്ങൾ പൊടിച്ചെടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ പാനിയാക്കി വെക്കുകയോ നിങ്ങളുടെ സൗകര്യം പോലെ വൃത്തിയാക്കി എടുത്ത് വെക്കുക. അപ്പം ഇവിടെ ഇനി ഞാൻ ശർക്കര, ഇതിനാവശ്യമുള്ള ശർക്കരയും കൂടെ ഞാനിവിടെ ചേർക്കാനായിട്ടുള്ളത് എടുത്ത് വെക്കാൻ പോവാണ്. നമ്മുടെ മാമ്പഴം ഇവിടെ കിടന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇത് വേകണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇത് എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാനുള്ള സാധനമല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് വേകട്ടെ ഇത് കിടന്ന്. നമ്മുടെ പഴുത്ത മാങ്ങ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയ്ക്ക് പുളിയാണെങ്കിൽ ആ പുളി മണം പുറത്തേക്ക് വരും. അതല്ല നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ആ മാമ്പഴത്തിൻ്റെ നല്ല മണം പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് പുളി മാങ്ങയിലെ എല്ലാം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഉണ്ട ശർക്കരയാണ്. ഇത് ഇത്രയും വലിപ്പമുള്ള ഒരു ശർക്കര ഞാൻ പൊടിച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ശർക്കരയാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പം നമ്മളിവിടെ ശർക്കര ഉണ്ടാക്കുന്നിടത്തു നിന്ന് മേടിക്കുന്നതാണ്. അപ്പം നല്ല ശർക്കരയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഉണ്ട ശർക്കര മുഴുവനും പൊടിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇത് മെൽറ്റാവും. ഈ മാമ്പഴത്തിൻ്റെ കൂടെ ഇതിലേക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. മധുരം നോക്കുക. മധുരം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശർക്കര. ഇത് നന്നായിട്ട് വെന്ത് കുറുകണം. നമ്മൾ ആ പരുവം വരെ ഇത് നമ്മൾ ചെയ്യുവേ. അപ്പം ഇത് ആ ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ മധുരം പാകമാണോ. ഇതല്ല മധുരം വേണം, കുറച്ചുകൂടി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഞാനായിട്ട് ശർക്കര ഇതിനകത്ത് ഇനി മുഴുവൻ നന്നായിട്ട് അലിഞ്ഞ് വരണം. ചെറുതായിട്ട് ഞാൻ ഇടിച്ച് പൊടിച്ചതാണ്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മധുരം നോക്കുക. മധുരം പാകമാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. ഇനി അതല്ല കുറച്ചുകൂടി മധുരം വേണം എന്നുള്ളവർ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയ്ക്കകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് പ്രത്യേകം പറഞ്ഞു. ഇപ്പം ഞാനൊരു ഉണ്ട ശർക്കര ഇതിനകത്തേക്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ. അവിടെ കിടന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് ആ വെള്ളം ഒന്ന് കുറുകട്ടെ. നമുക്ക് നോക്കാം എന്ത് മധുരം നോക്കണം. മധുരം നോക്കി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാമ്പഴമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നോക്കി നല്ല പുളിയാണേ മാമ്പഴത്തിന്. അപ്പോൾ പുളി തന്നെ മുന്നോട്ട് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഒരു ഹാഫ് ശർക്കര ഉണ്ടെങ്കിൽ കൂടെ ഞാൻ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളെ. അപ്പം അതിങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. ശർക്കര നല്ല ശർക്കരയാകുമ്പോൾ അതങ്ങനെ ഒട്ടിയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അപ്പം വീണ്ടും ഒരു ഹാഫ് ഉണ്ട ശർക്കരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ളതാണേ. അപ്പം മാമ്പഴത്തിന് നല്ല പുളിയുണ്ട്. ശർക്കര ഇതിലേക്ക് അരിഞ്ഞതിന് ശേഷമാണ് നോക്കിയത്. അപ്പം പുളി ഒത്തിരി മുന്നോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തു. ഒരല്പം ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം പുളി നന്നായിട്ട് മുന്നോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പ് ചേർത്തതിന് കുഴപ്പമില്ല, മനസ്സിലായി. കാരണം ശർക്കര ഉറ്റിയപ്പം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പം നോക്കുക ഉപ്പൊക്കെ പാകമാണോ, ഉപ്പ് ഒത്തിരി കൂടുതലുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അപ്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തു. ഒരു ഹാഫ് ശർക്കരയുടെയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്കൊന്ന് മെൽറ്റാകട്ടെ. പിന്നെ ശർക്കര നല്ല ശർക്കരയാണ് നമ്മളിവിടെ മേടിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു മായം ഉള്ളതല്ല. അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചിടാം. നിങ്ങളും അത് ശ്രദ്ധിക്കുക. ശർക്കര ഉപയോഗിക്കുമ്പോൾ നല്ല ശർക്കര തന്നെ മേടിച്ച് ഉപയോഗിക്കാം. നമ്മുടെ മാമ്പഴം ഇവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത്രയും അതുകൊണ്ട് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി കുറുകി വറ്റിച്ചെടുക്കണം നമുക്ക്. ഓക്കെ, നമുക്കങ്ങനെ വറ്റിച്ച് ഇതെടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം കുറുകി വരണം. ആ ഒരു പരുവത്തിന് നമുക്ക് ആക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അടിക്ക് പിടിക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റും തോറും ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം എല്ലാം വറ്റി കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫാക്കുക. ഇതിന് ഉള്ള ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ല കുപ്പിയിലേക്കോ വല്ലതും കുഴച്ച് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത്. എന്നിട്ട് നമുക്ക് മാങ്ങയില്ലാത്ത സീസണിൽ നമുക്കിത് നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ച് നമ്മളിതിനകത്തുനിന്ന് എടുത്ത് നമുക്ക് കുറേശ്ശെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഏകദേശം നല്ലതായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പം അടിക്ക് പിടിക്കാതിരിക്കാൻ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതുകൊണ്ട് കുറുകുന്നത്. അപ്പം ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് ഇത് നന്നായിട്ട് വെള്ളം മുഴുവൻ വറ്റി മാക്സിമം എത്രയും നന്നാക്കി നമുക്ക് എടുക്കാവൂ. കമ്പി പരുവായി പോകല്ലോ കേട്ടോ. പിന്നെ അത് നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് ഏകദേശം ഗ്യാസ് ഓഫാക്കാറായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ കോരിയെടുക്കാൻ പറ്റണം. അപ്പം ഞാനിവിടെ ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. ഇത്രയും കുറുകിയിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പം ഇനി ചൂടും കൂടെ അരയ്ക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും ഇത്. അപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫാക്കുവാണ്. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക. എന്നിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. കമൻറ്റ് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.